ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾ വീണ്ടും ചർച്ചയാവുകയാണ്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നെയ്യാറിൽ നിന്നും കൂടുതൽ ജലം നഗരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആലോചന ആ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ആവശ്യം. അതായത് ഒരു ഉദ്ദേശം 30 വർഷം മുൻപ് ആവിഷ്കരിച്ച പദ്ധതികളാണ് ഇപ്പോഴും തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഈ 30 വർഷം മുമ്പുണ്ടായിരുന്ന ജനസംഖ്യയല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. 30 വർഷം ഉണ്ടായിരുന്ന ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെക്കാൾ നിരവധി എണ്ണം കൂടിയിട്ടുണ്ട്. ജനസംഖ്യ തന്നെ ലക്ഷക്കണക്കിന് നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ലാറ്റുകൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. ആശുപത്രികൾ വന്നിട്ടുണ്ട്. മോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് USTയിൽ പോയിരുന്നു. USTയിൽ മാത്രം 7000 ജീവനക്കാരുണ്ട്. എല്ലാ വിഭാഗത്തിലും കൂടെ പണിയെടുക്കുന്ന 7000 ജീവനക്കാരുണ്ട്. UST 30 വർഷത്തിനിപ്പുറമാണ് വന്നത്. അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 800 IT സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ ഇത്രയും പേരിൽ നല്ലൊരു ശതമാനവും പട്ടണത്തിന് പുറത്തുനിന്ന് വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ പലരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 30 വർഷം മുൻപുണ്ടായിരുന്ന ജനസംഖ്യയുടെ കണക്കിനിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. വേനൽ വരുമ്പോഴേക്കും വേനൽ കടുക്കുമ്പോൾ പലപ്പോഴും അരുവിക്കരയിലെ ജലസംഭരണികൾ വറ്റാറുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്ന് ആദ്യത്തെ നാളുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ വിവരം ബോധ്യപ്പെടുകയും നെയ്യാറിൽ നിന്നുൾപ്പെടെ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മാത്രമേ ഭാവിയിലെങ്കിലും ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത വളരെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതിൽ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി എന്നുള്ളതിലേക്ക് കോർപ്പറേഷൻ്റെ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും സഹകരണവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.